പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യത്തിൻ്റെ താക്കോൽ വീട്ടമ്മമാരുടെ കയ്യിലാണ് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നല്ല ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നല്ല ആഹാരമാണ്. നല്ല ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ പോഷകങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആഹാരം തിരഞ്ഞെടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അതായത് പോഷക സമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ. അവ നമ്മൾ പാചകം ചെയ്യുമ്പോഴും പോഷക നഷ്ടം ഉണ്ടാകാതെ ആരോഗ്യപരമായ കുക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്യേണ്ടിയിരിക്കുന്നു. അതും മാത്രം പോരാ, നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ ആരോഗ്യപരമായിരിക്കണം എന്നതും വളരെ നിർബന്ധമാണ്. ഇന്നത്തെ വീട്ടമ്മമാർ പലതരത്തിലുള്ള പാത്രങ്ങളാണ് അടുക്കളയിൽ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവയിൽ ചിലതെങ്കിലും ക്യാൻസറിന് കാരണമാകുമോ എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. അപ്പോൾ അവരുടെ സംശയത്തിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്, ഇനിയും ക്യാൻസറിന് കാരണമാകുന്നു എങ്കിൽ നമ്മൾ മറ്റേത് പാത്രമാണ് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ക്യാൻസറിന് കാരണമാകാവുന്നവയുണ്ടോ, അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിപുരാതന കാലം മുതൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള പാത്രങ്ങൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പണ്ടൊക്കെയാണെങ്കിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങൾ, അതുപോലെ തന്നെ കോപ്പർ കൊണ്ടുള്ള പാത്രങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ വീട്ടമ്മമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ വീട്ടമ്മമാർക്ക് ഇവയൊക്കെ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് യാതൊരു സംശയവുമില്ലായിരുന്നു. അവർക്ക് ഏത് പാത്രത്തിൽ കുക്ക് ചെയ്യണം, ഏത് പാത്രത്തിൽ സൂക്ഷിക്കണം എന്നതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീട്ടമ്മമാർക്ക് പല സംശയങ്ങളും ഇന്നുണ്ട്. കാരണം പല പുതിയ പാത്രങ്ങളും അടുക്കളയിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്, ഇങ്ങനെ പല പാത്രങ്ങളും പുതിയതായിട്ട് നമ്മുടെ അടുക്കളയിൽ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൺലൈനായിട്ടും അല്ലാതെയും നമ്മുടെ അടുക്കളയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും ക്യാൻസറിന് കാരണമാകുന്നുവോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടുക്കളയിൽ ഇന്ന് ഉപയോഗിക്കുന്ന 3 പാത്രങ്ങൾ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്നും മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ അപകടങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കരുത്. പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ഡയോക്സിൻ എന്നൊരു രാസപദാർത്ഥം പുറത്തു വരും. അപ്പോൾ അത് ക്യാൻസറിന് കാരണമാകും. തുടങ്ങിയവയെ പറ്റിയൊക്കെ നിങ്ങൾ ബോധ്യവാന്മാരാണ്. പക്ഷേ നമ്മൾ കുക്കിങ്ങിന് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മൾ വളരെ അപൂർവമായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. അതായത് ഈ പ്ലാസ്റ്റിക് പാത്രം മൈക്രോ പ്ലാസ്റ്റിക്സ്, അതായത് ഈ പ്ലാസ്റ്റിക് പൊടിച്ചുകൊണ്ടുണ്ടാക്കുന്ന പൊടികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ശരീരത്തിൽ കടക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്ലാസ്റ്റിക് പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ കുടലിൻ്റെ ഭിത്തിയുടെ കനം കുറയ്ക്കുന്നു. അപ്പോൾ അത് കുടലിൻ്റെ ഭിത്തിയിൽ കൂടി അത് അകത്ത് പ്രവേശിച്ച് നമ്മുടെ രക്തത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അത് പല ക്യാൻസറുകൾക്കും കാരണമാകാം. അതായത് ടെസ്റ്റിക്കുലാർ ക്യാൻസർ പുരുഷന്മാരിലുണ്ടാക്കാം, അതുപോലെ തന്നെ സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസർ ഉണ്ടാക്കാം. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഒരു വർഷം ഏതാണ്ട് 32,000 to 52,000 മൈക്രോ പാർട്ടിക്കിൾസ് ശരീരത്തിൽ കടക്കുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 92,000 ഇപ്രകാരമുള്ള മൈക്രോ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കുക്ക് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായിട്ട് നമുക്ക് ടെഫ്ലോൺ കോട്ടൺ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇന്ന് അടുക്കളയിൽ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ എണ്ണയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാം എന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. കാരണം ഈ കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് പെർ ഫ്ലൂറോ ഒക്കനൈറ്റ് എന്നൊരു രാസപദാർത്ഥമാണ്. PFOA എന്ന് പറയും. അപ്പോൾ ഈ PFOA പാർട്ടിക്കിൾ നമ്മുടെ കുടലിൽ കൂടി നമ്മുടെ രക്തത്തിൽ കലരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കലരുമ്പോൾ അത് ചില ക്യാൻസറിന് കാരണമാകാം. പുരുഷന്മാരിലാണ് ടെസ്റ്റിക്കുലാർ ക്യാൻസർ, അതുപോലെ തന്നെ ലിവർ ക്യാൻസർ, പല രോഗങ്ങൾക്കും ഈ PFOA കാരണമാകുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, അത് അമിതമായിട്ട് ചൂടാക്കരുത്. കൂടുതൽ ചൂട് വരുമ്പോൾ മാത്രമേ ഈ PFOA പാർട്ടിക്കിൾ അതിൽ നിന്നും റിലീസ് ചെയ്യുള്ളൂ. രണ്ടാമതായിട്ട് അതിൻ്റെ കോട്ടിങ്ങിന് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രം ഉപയോഗിക്കരുത്. അപ്പോഴും ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് അലുമിനിയം പാത്രമാണ്. അത് വളരെ വ്യാപകമായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കുക്കിങ്ങിന് അവ ഉപയോഗിക്കുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതായത് അലുമിനിയത്തിൻ്റെ പാർട്ടിക്കിൾ കുടലിൽ കൂടി
കൂടി നമ്മുടെ രക്തത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അലുമിനിയം പാർട്ടിക്കിൾ രക്തത്തിൽ കലരുമ്പോൾ അത് ചിലപ്പോൾ ചില ക്യാൻസറിന് കാരണമാകാം. പുരുഷന്മാരുണ്ടാകുന്ന ടെസ്റ്റിക്കുലർ ക്യാൻസർ, അതുപോലെ തന്നെ കരളിലുണ്ടാകുന്ന ക്യാൻസർ, അൽഷിമേഴ്സ് ഡിസീസ് തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. അതുകൊണ്ട് ഈ അലുമിനിയം പാത്രങ്ങൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പാത്രമാണെങ്കിൽ അത് യാതൊരു അപകടാവസ്ഥയുമില്ല. അപ്പോൾ ഈ 3-4 പാത്രങ്ങൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് ക്യാൻസറിന് കാരണമായേക്കാം എന്നതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം, നമ്മൾ ഏത് പാത്രമാണ് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് അല്പം ചർച്ച ചെയ്യാം. അതായത് നമ്മളൊരു പാത്രം കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചില ക്രൈറ്റീരിയ അത് പാലിച്ചിരിക്കണം. ഏറ്റവും പ്രധാനം അത് ഡ്യൂറബിൾ ആയിരിക്കണം. അതായത് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നവയോ നശിക്കുന്നവയോ ആയിരിക്കരുത്. ഉദാഹരണമായിട്ട് നമ്മൾ മൺപാത്രം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം ഡ്യൂറബിൾ ആയിരിക്കണം. രണ്ടാമതായിട്ട് അത് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവയായിരിക്കരുത്. മൂന്നാമതായിട്ട് അത് പെട്ടെന്ന് ചൂടാകുന്നവയായിരിക്കണം. നാലാമതായിട്ട് അത് ചൂട് നല്ലപോലെ കണ്ടക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് പാത്രം തിരഞ്ഞെടുത്താലും നിങ്ങളുടെ ആവശ്യം സാധ്യമാക്കുന്ന തരത്തിലുള്ള പാത്രമായിരിക്കണം. പിന്നെ അത് ഈസി ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയ ഒന്നായിരിക്കണം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയ ഉണ്ട്. ഇനി നമുക്ക് ചില പാത്രങ്ങളെ പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. അതിന് രണ്ടിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പ്ലസ് പോയിൻറ്റും ഉണ്ട്, മൈനസ് പോയിൻറ്റും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മൺപാത്രങ്ങളാണ്. പണ്ട് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഇന്ന് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓട്ടുപാത്രങ്ങൾ നമുക്ക് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അവ ഡ്യൂറബിളാണ്. അത് ചൂട് നല്ലപോലെ കണ്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കത് കാണാൻ ഭംഗിയുള്ള ഒരു പാത്രമാണ്. നെഗറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അസിഡിക് ആയിട്ടുള്ള വസ്തുക്കൾ അതിനകത്ത് കുക്ക് ചെയ്യാൻ പ്രയാസമാണ്. ചിലപ്പോൾ അത് പോളിഷ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് കോപ്പറുണ്ട്. കോപ്പറും നല്ലപോലെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് ചൂട് നല്ലപോലെ കണ്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പക്ഷേ അവിടെയും നമുക്ക് അസിഡിക് ആയിട്ടുള്ളത് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് ചിലപ്പോൾ കോപ്പറാകുമ്പോൾ നമുക്ക് പൂശേണ്ടി വരും. അങ്ങനെയുള്ള ചില നെഗറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കാസ്റ്റൈൻ ഉണ്ട്. അതായത് ഇരുമ്പ് പാത്രങ്ങളുണ്ട്. ഇരുമ്പ് ചട്ടിയൊക്കെ നമ്മൾ ചിലപ്പോൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ്. അത് എത്ര ചൂട് വേണേലും നമുക്ക് അതിനകത്ത് ചൂടായിട്ട് പ്രിപ്പയർ ചെയ്യാം. പെട്ടെന്ന് അത് ചൂടാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുമ്പിൻ്റെ അംശം ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി കലർന്ന് അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ സാധ്യതയുണ്ട്. ഇരുമ്പ് അങ്ങനെ ചെല്ലുന്നത് നമുക്ക് അനീമിയ ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അതിൻ്റെ നെഗറ്റീവ് പോയിൻ്റ് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ടെഫ്ലോൺ കോട്ടഡ് പാത്രങ്ങളാണ് ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. അതിന് പല അഡ്വാൻറ്റേജും ഉണ്ട്, ഏതാനും ചില നെഗറ്റീവ് പോയിൻറ്റ്സും ഉണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് പെട്ടെന്ന് ചൂടാകുന്നുണ്ട്. പക്ഷേ നമ്മളൊരു മോഡറേറ്റ് എമൗണ്ടിലുള്ള ചൂട് മാത്രമേ അതിന് ഉപയോഗിക്കാവുള്ളൂ. കൂടുതൽ ചൂട് ഉപയോഗിച്ചാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കോട്ടിങ് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചേ വാഷ് ചെയ്യാവുള്ളൂ. നമ്മൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ടെഫ്ലോൺ കോട്ടൺ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. പിന്നെ നമ്മൾ ചില അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിന് വളരെ വിലക്കുറവാണ്. അത് വളരെ സാധാരണയാണ്. ചില നെഗറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് അതിൽ നിന്നാണ് അത് ചിലപ്പോൾ ഈട് നിൽക്കുകയില്ല. ചിലപ്പോൾ അതിന് കിഴുത്ത വീണ് ഉപയോഗശൂന്യമാകാറുണ്ട്. പിന്നെ കൂടുതൽ അസിഡിക് ആയിട്ടുള്ളോ അല്ലെങ്കിൽ അൽക്കലൈൻ ആയിട്ടുള്ളോ ഭക്ഷണം അതിനകത്ത് പാചകം ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അവ ഏതൊക്കെയാണ് ക്യാൻസറിന് ചിലപ്പോൾ കാരണമായേക്കാവുന്നത്, ഏതൊക്കെ പാത്രങ്ങളാണ് നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ വിലപ്പെട്ട അറിവുകളാണ്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.